അലി ലാരിജാനിയുടെ മരണം ഉണ്ടായിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് അത് പ്രത്യക്ഷത്തിൽ കണ്ടിരിക്കുന്നത് ഓയിൽ മാർക്കറ്റിലാണ്, ക്രൂഡിൻ്റെ മാർക്കറ്റിലാണ്. ക്രൂഡിൻ്റെ വില ബാരലിന് $103 മുകളിലേക്ക് പോയിരിക്കുകയാണ്. അത്യന്തം അപകടകരമായ സ്ഥിതിയാണ് ക്രൂഡ് മാർക്കറ്റിൽ നിലനിൽക്കുന്നത്. ഇതൊരു പെട്ടെന്ന് അവസാനിക്കുന്നൊരു യുദ്ധമല്ല, ഇതിൻ്റെ ഇമ്പാക്റ്റ് വലിയ ഒരു ഇതായിരിക്കും. ഹോർമുസ് കടലിടുക്ക് അടക്കം ഉണ്ടാകുന്ന പ്രതിസന്ധി ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് രാജ്യം ഒരു തയ്യാറെടുപ്പിലേക്ക് പോകേണ്ടിയിരുന്നു. ആ തയ്യാറെടുപ്പ് ഇല്ലാതെ പോയതാണ് നമുക്ക് നമ്മുടെ രാജ്യത്ത് ഈ 4-ാം ദിവസം ഈ ഗ്യാസ് ഔട്ടായി പോകുന്ന സ്ഥിതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ വലിയ ഒരു വാണിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ലെങ്കിലും മറ്റ് രാജ്യങ്ങൾക്ക് അവരുടെ പൗരന്മാർ വളരെ വലുതാണ്. ഇറാൻ തൊട്ടടുത്തുള്ള മുസ്ലിം രാജ്യങ്ങളെ അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ സമ്പന്ന രാജ്യങ്ങളായിട്ട് മാറിയിരിക്കുന്ന GCC രാജ്യങ്ങളെ ആക്രമിക്കുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. പക്ഷേ ഇന്ത്യക്ക് ഒരു ദിവസം 80,000 മുതൽ 85,000 ടൺ വരെ വേണം, ആവശ്യമുണ്ട്, ഉപയോഗമുണ്ട്. അപ്പോൾ ഒരു കപ്പൽ വന്നാൽ ഇന്ത്യക്ക് ഒരു ദിവസത്തേക്ക് പോലും ഇല്ല. നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ കെടുതികൾ നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇതിന്റെ ആൾനാശവും മറ്റ് വിലക്കയറ്റം പോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം അപ്പുറം മറ്റൊരു മാനം ഇതിനുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ദുബായ് പോലുള്ളൊരു ഫിനാൻഷ്യൽ ഹബ്ബ് അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ഹബ്ബ് അതിനുണ്ടാവാൻ പോകുന്ന ഇമ്പാക്റ്റ് എത്രത്തോളം വലുതായിരിക്കും. അല്ലെങ്കിൽ ഖത്തർ പോലെ ഇപ്പോൾ ഈ യുദ്ധം ബാധിക്കുന്ന സ്ഥലങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ ഹബ്ബുകളാണ്. ഖത്തറാണെങ്കിലും കുവൈറ്റ് ആണെങ്കിലും ഇതിനെല്ലാം വളരെ മോശമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബിസിനസ് ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു എക്കോണമിയുടെ ഭാവി വെച്ച് നോക്കുമ്പോൾ ഈ യുദ്ധം എങ്ങനെയൊക്കെ ആയിരിക്കും ഗൾഫ് മേഖലയെ തകർക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഖത്തറിൽ വെച്ച് നടക്കേണ്ട ഫൈനലിസ്മ പോരാട്ടം റദ്ദാക്കുന്നു. അങ്ങനെ ഒരു ഇന്റർനാഷണൽ ഹബ്ബ് ആയിരുന്നിടത്ത് നിന്ന് ആ ഒരു ഖ്യാതി അവർക്ക് നഷ്ടമാവോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പകിട്ട് കുറയുമോ? എങ്ങനെയൊക്കെ ആയിരിക്കും ഭാവിയിൽ ഗൾഫ് മേഖലയെ ഈ യുദ്ധം ബാധിക്കാൻ പോകുന്നത്? തോമസ്, ഇത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം ലോകം തന്നെ വളരെ വ്യാപകമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. നമ്മൾ ഈ പശ്ചിമേഷ്യയിൽ ഇറാനെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ആക്രമിച്ചു എന്നുള്ള ആ ഒരു ഒറ്റപ്പെട്ട സംഭവത്തിൽ നിന്നും ഇതിന് വലിയ മാനങ്ങളും തലങ്ങളും ഈ പ്രശ്നങ്ങൾക്കുണ്ട്. അതാണ് ഇപ്പോൾ തോമസ് ചോദിച്ച നമ്മൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയ ഒരു തുടക്കം എന്നുള്ള നിലയിൽ. ഇപ്പോൾ ഈ ലേറ്റസ്റ്റായിട്ട് നമുക്ക് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധകാര്യ വിദഗ്ധനും ഇറാൻ്റെ ഭരണകൂടത്തിൻ്റെ ഒരു അഡ്വൈസറും ഒക്കെ ആയിട്ടുള്ള ഇന്നത്തെ ഇറാൻ്റെ ആക്രമണത്തെ നയിക്കുന്ന കുന്തമുന എന്ന് പറയുന്ന അലി ലാരിജാനി കൊല്ലപ്പെട്ടു എന്നുള്ളൊരു സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. അത് സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും ഇസ്രായേൽ അവകാശപ്പെടുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് യുദ്ധം വേറൊരു തലത്തിലേക്ക് മാറുന്നു. ഇന്നിപ്പോൾ അലി ലാരിജാനിയുടെ മരണം ഉണ്ടായിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് അത് പ്രത്യക്ഷത്തിൽ കണ്ടിരിക്കുന്നത് ഓയിൽ മാർക്കറ്റിലാണ്, ക്രൂഡിൻ്റെ മാർക്കറ്റിലാണ്. ക്രൂഡിൻ്റെ വില ബാരലിന് $103 മുകളിലേക്ക് പോയിരിക്കുകയാണ്. അത്യന്തം അപകടകരമായ സ്ഥിതിയാണ് ക്രൂഡ് മാർക്കറ്റിൽ നിലനിൽക്കുന്നത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രതിസന്ധി നമ്മൾ പല പ്രാവശ്യം നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്ത വിഷയമാണ്. ഇന്നിപ്പോൾ ഇന്ന് പരിശോധിക്കുമ്പോൾ തോമസ് ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, ഈ ചൈന വൻതോതിൽ അവരുടെ സ്ട്രാറ്റജിക് ഓയിൽ റിസർവ് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അപകടം മണത്തുകൊണ്ടാണ്. ഏതൊക്കെയോ ഇത് ഈ തലത്തിൽ നിൽക്കുന്നതല്ല എന്നുള്ളൊരു വിലയിരുത്തൽ ഒരുപക്ഷെ ഇത്തരം രാജ്യങ്ങൾക്കെല്ലാം ഉണ്ട്. പെട്ടെന്നൊന്നും അവസാനിക്കുന്ന ഒരു യുദ്ധം അല്ല എന്നുള്ളൊരു എന്നുള്ളൊരു തോന്നലിലേക്ക് പോകുന്നു. അതാണ് ചൈന അവരുടെ ബഫർ വലിയ തോതിൽ വൻതോതിൽ ഉയർത്തുന്നതിനുള്ള നീക്കത്തിലാണ്. ആ ഒരു ഘട്ടം നോക്കുമ്പോൾ ഇന്ത്യക്കാര്യത്തിൽ പരാജയമാണെന്ന് കൂടി പറയുന്നത് അതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം അതാണ്. അപ്പം നമ്മൾ ഈ ഇത്തരത്തിൽ സ്റ്റോക്ക് ഇത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഇതൊരു പെട്ടെന്ന് അവസാനിക്കുന്നൊരു യുദ്ധമല്ല, ഇതിൻ്റെ ഇമ്പാക്റ്റ് വലിയ ഒരു ഇതായിരിക്കും. ഹോർമുസ് കടലിടുക്ക് അടക്കം ഉണ്ടാകുന്ന പ്രതിസന്ധി ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് രാജ്യം ഒരു തയ്യാറെടുപ്പിലേക്ക് പോകേണ്ടിയിരുന്നു. ആ തയ്യാറെടുപ്പ് ഇല്ലാതെ പോയതാണ് നമുക്ക് നമ്മുടെ രാജ്യത്ത് ഈ 4-ാം ദിവസം ഈ ഗ്യാസ് ഔട്ടായി പോകുന്ന സ്ഥിതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഒരു മാനങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വേറൊരു വശം വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദുബായ് എന്ന് പറയുന്ന ഒരു എമിറേറ്റ്, UAE-യിലെ 7 എമിറേറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലോക ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒരു എമിറേറ്റാണ് ഈ ദുബായ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ഒരു 10-30 വർഷത്തെ ചരിത്രം, ഒരു 50 വർഷത്തെ ചരിത്രം നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ദുബായ് എമർജ് ചെയ്തതുപോലെ ഒരു സിറ്റിയും ലോകത്ത്
എമർജ് ചെയ്തിട്ടില്ല. പല സിറ്റികൾ എമർജ് ചെയ്യുന്നത് നൂറ്റാണ്ടുകൾ എടുത്തിട്ടാണ്. പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കുള്ളിൽ ദുബായ് ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു ആകർഷണ കേന്ദ്രമായിട്ട് മാറി. എല്ലാ തരത്തിലുള്ള നിക്ഷേപങ്ങളുടെ ഒരു കേന്ദ്രം, അതുപോലെ തന്നെ എല്ലാ ആഡംബരങ്ങളുടെയും അവസാന വാക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു നഗരമായി പോലും അത് മാറിയിരുന്നു. ഇപ്പോൾ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ, DSF എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് നിരവധി ആളുകളെ ആകർഷിക്കുന്ന കോടാനുകോടി രൂപയുടെ ബിസിനസ് നടക്കുന്ന ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ പോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള നിരവധി ഈവൻറ്റുകൾ ദുബായ് കേന്ദ്രമായി നടക്കുന്നു. ലോകത്തിലെ സ്വർണം, വെള്ളി, ചെമ്പ് തുടങ്ങിയ വലിയ വിലയേറിയ മെറ്റലുകളുടെ എല്ലാ കാര്യത്തിലുള്ളൊരു വലിയൊരു വിപണന കേന്ദ്രം, അതിൻ്റെ ഒരു എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ആ തരത്തിലുള്ളൊരു വ്യാപാര കേന്ദ്രമായിട്ട് കുറച്ച് കാലം കൊണ്ട് ദുബായ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. മാത്രമല്ല ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസ്റ്റിനേഷനാണ്. അതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പേഴ്സണൽ ഇൻകം ടാക്സ് എന്ന് പറയുന്ന സംഭവം ദുബായിലില്ല. നമ്മുടെ എല്ലാ വ്യക്തിഗത ആദായങ്ങൾക്കും നമുക്ക് ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. രണ്ട്, പല സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് നിക്ഷേപ കേന്ദ്രങ്ങളിലെല്ലാം 100% ഓണർഷിപ്പ് വിദേശികൾക്ക് ഉണ്ടാകുന്നൊരു നിലയിലേക്ക് തീരുമാനം അവരെടുത്തു. കോർപ്പറേറ്റ് ടാക്സ് വളരെ കുറവാണ്. അപ്പോൾ ഈ 3 ഘടകങ്ങൾ ദുബായിലേക്ക് വലിയ തോതിൽ ഒരു നിക്ഷേപ കേന്ദ്രമായിട്ട്, ഒരു സേഫ് ഹെവൻ എന്നൊക്കെ നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ പൊതുവെ പറയും, സുരക്ഷിത നിക്ഷേപ ഇടം എന്ന് പറയുന്നത്. അത് നേരത്തെ സിംഗപ്പൂരായിരുന്നു, മറ്റു പല രാജ്യങ്ങളും കരീബിയൻ നേഷൻസും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ സമീപകാലത്തായിട്ട് അതിൻ്റെ ഏറ്റവും വലിയൊരു കേന്ദ്രമായി ദുബായ് മാറുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ദുബായ്ക്കൊരു വലിയ ഒരു ഭീഷണി ഉയരുകയാണ്. ഈ യുദ്ധം ഇങ്ങനെ തുടരുന്നതോടുകൂടി ദുബായ് സേഫാണോ എന്നുള്ളൊരു ചിന്ത ലോകത്തെല്ലാ രാജ്യത്തും ഉയരുകയാണ്. ഈ സുരക്ഷിത നിക്ഷേപ കേന്ദ്രം എന്നുള്ള ടാഗ് ലൈനിന് തന്നെ ഒരു കോട്ടം തട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പോൾ ഈ 2 ദിവസങ്ങളിലെ റിപ്പോർട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ദുബായിലേക്ക് വരുന്ന ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നുള്ള വിമാനങ്ങളെല്ലാം കാലിയാണ്. അല്ലെങ്കിൽ 500 സീറ്റുള്ള ഒരു വലിയ ബോയിങ് വിമാനത്തിൽ 30-35 പേരൊക്കെയാണ് യാത്ര ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഡെസ്റ്റിനേഷനെ സംബന്ധിച്ചിടത്തോളം സമ്പന്ന രാജ്യങ്ങളിൽ, വികസിത രാജ്യങ്ങളിൽ എത്രമാത്രം ആശങ്കയുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് പൊടുന്നനെ ഈ യാത്രികരുടെ എണ്ണം കുറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ സംബന്ധിച്ച് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ വലിയ ഒരു വാണിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ലെങ്കിലും മറ്റ് രാജ്യങ്ങൾക്ക് അവരുടെ പൗരന്മാർ വളരെ വലുതാണ്. നിർദ്ദേശം കൊടുക്കും ആ രാജ്യത്തേക്ക് പോകരുത്, അല്ലെങ്കിൽ പെട്ടെന്ന് തിരിച്ചു വന്നോളണം എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പോൾ അത് അനുസരിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും അതനുസരിക്കുകയും ചെയ്യും. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുള്ളത്. അപ്പോൾ ഈ DSF പോലുള്ള അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾ പോകരുത്, ഇപ്പോൾ അത് അപകടകരമാണ്, അല്ലെങ്കിൽ ആ ദുബായിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഖത്തർ ലോകകപ്പ് നടത്തിയ രാജ്യമാണ് ഫുട്ബോളിൻ്റെ. അതൊക്കെ ഒരു ചരിത്ര സംഭവമാണ്. ഒരിക്കലും നമ്മളൊരു ഏഷ്യൻ രാജ്യത്തിന്, പ്രത്യേകിച്ച് ഫുട്ബോളുമായിട്ട് കാര്യമായിട്ടുള്ളൊരു ബന്ധം പുലർത്താത്ത ഒരു രാജ്യത്ത് ഇത് കായിക മാമാങ്കം നടന്നു. അതുപോലെ ദുബായ് കേന്ദ്രമായിട്ട് വലിയ ടെന്നീസ് ടൂർണമെൻറ്റുകൾ, ലോകത്തെ പ്രശസ്ത കളിക്കാരൊക്കെ അവിടെ വന്ന് കളിക്കാറുണ്ട്. പിന്നെ ക്രിക്കറ്റിൻ്റെ ഒരു വലിയ ഈറ്റില്ലമായിട്ടെന്ന് പറയും. IPL ഇന്ത്യയിൽ നടത്താൻ പറ്റൂല്ലെങ്കിൽ നിമിഷ നേരം കൊണ്ട് ദുബായിലേക്ക് മാറ്റി കളി നടത്തുകയാണ്. ഇങ്ങനെയൊക്കെയുള്ളൊരു ഡെസ്റ്റിനേഷനായിട്ട് മാറി. പക്ഷേ ഏത് നിമിഷവും ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടാവാം, ഒരു മിസൈൽ വന്ന് വീഴാം എന്നുള്ളൊരു സ്ഥിതി ഉണ്ടെങ്കിൽ ഈ രാജ്യങ്ങളിൽ പല ആളുകളും വരില്ല. അപ്പോൾ സുരക്ഷിത നിക്ഷേപ കേന്ദ്രം എന്നുള്ളൊരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഖ്യാതി ദുബായിയുടെ കാര്യത്തിൽ ഒരു ആശങ്ക ഈ യുദ്ധം ഉയർത്തുകയാണ്. അതെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ യുദ്ധം അവസാനിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷേ ഈ ചരിത്രത്തിലെ ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഇറാൻ തൊട്ടടുത്തുള്ള മുസ്ലിം രാജ്യങ്ങളെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ സമ്പന്ന രാജ്യങ്ങളായിട്ട് മാറിയിരിക്കുന്ന GCC രാജ്യങ്ങളെ ആക്രമിക്കുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. ഒരുപക്ഷെ ഇറാൻ അത് താല്പര്യം അങ്ങനെ ഉണ്ടായിരിക്കും. പക്ഷേ എന്താ പ്രശ്നം? അമേരിക്കയുടെ 19 സൈനിക കേന്ദ്രങ്ങൾ ഈ പറഞ്ഞ രാജ്യങ്ങളിലെല്ലാം ഉണ്ട്. അപ്പോൾ അമേരിക്ക അവരെ ആക്രമിക്കുമ്പോൾ തിരിച്ചാക്രമിക്കാൻ കഴിയുന്ന മാർഗം ഇറാൻ്റെ മുമ്പിൽ ഇതാണ്, അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുക. പക്ഷേ ഇതിനകത്തൊരു പ്രത്യേകത നമ്മൾ കാണേണ്ടത്, അമേരിക്കയുടെയും ഇറാൻ്റെ ആക്രമണത്തിൽ ഒരു വ്യത്യസ്തത കൂടി നമ്മളിവിടെ വിലയിരുത്തണം. അതെന്താ വെച്ചാൽ, അമേരിക്ക ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ സിവിലിയൻ കാഷ്വാലിറ്റി ഭയങ്കരമാണ്.
അല്ലേ? 147 കുട്ടികളടക്കം 2000-ലധികം സിവിലിയൻസ് അവിടെ മരിച്ചു കഴിഞ്ഞു. പക്ഷെ തിരിച്ച് ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ സിവിലിയൻ കാഷ്വാലിറ്റി എത്രയാണ്? വളരെ കുറവാണ്. അപ്പോൾ ഒരേ സമയം മനുഷ്യാവകാശത്തെയും മനുഷ്യത്വത്തെയും ജനാധിപത്യത്തെയും മനുഷ്യൻ്റെ ജീവനെക്കുറിച്ചൊക്കെ വാചാടോപം നടത്തുന്ന, വലിയ വാചകം അടിക്കുന്ന അമേരിക്ക സിവിലിയൻ കാഷ്വാലിറ്റി, കുട്ടികളെ പോലും പരിഗണിക്കാതെ ആക്രമണം നടത്തുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. തിരിച്ച് ഇറാൻ ആക്രമിച്ചപ്പോൾ കാഷ്വാലിറ്റി ഒരു 7, 8, 10 താഴെ എന്നുള്ള നിലയിലാണ് ഇസ്രായേലിൽ പോലും നടത്തിയ ആക്രമണത്തിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കാണേണ്ടതുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പ്രശ്നം എന്താ വെച്ചാൽ, ഈ സിവിലിയൻ കാഷ്വാലിറ്റി ഉണ്ടാവുമോ എന്നൊരു മിസൈൽ വരുമ്പോഴോ ഒരു ഡ്രോൺ വരുമ്പോഴോ വേറെ ഏതെങ്കിലും ആക്രമണം വരുമ്പോഴോ അത് ഏത് രീതിയിൽ ഒരു രാജ്യത്ത് വിമാനത്താവളത്തിന് അടുത്ത് വീണു, വിമാനത്താവളത്തിന് അകത്ത് വീഴാം, പ്രവചിക്കാൻ പറ്റില്ല. ഇപ്പം ദുബായിൽ തന്നെ ഒരു 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 കൊമേഴ്ഷ്യൽ ടവറിൻ്റെ, ഒരു റെസിഡൻഷ്യൽ ടവറിൻ്റെ മുകളിൽ ഒരു സാധനം വന്ന് പതിച്ചു, ചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് അവിടെ കാഷ്വാലിറ്റി ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം ആശങ്ക, അത്തരം അൺസർട്ടനിറ്റി, അനിശ്ചിതത്വം, ഇതെല്ലാം നിഴലിക്കുന്നത് സാമ്പത്തികമായ നിക്ഷേപങ്ങളെയും എല്ലാം തടസ്സപ്പെടുത്തുന്ന കാര്യമാണ്. ഈ ദുബായിയുടെ കാര്യത്തിൽ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ദുബായിയുടെ മൊത്തം GDP-യുടെ 90% ഓയിൽ ഇതര മാർഗങ്ങളിലൂടെയാണ്. അതായത് ധനകാര്യ നിക്ഷേപങ്ങൾ, ടൂറിസത്തിന് തന്നെ അവരുടെ GDP-യിൽ 12%-ലധികം കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ഈ ഡെസ്റ്റിനേഷൻ ഇത്തരത്തിലുള്ള പ്രത്യേകത. ഈ എണ്ണ അവിടെ ഇല്ല, എണ്ണയ്ക്ക് പകരമുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ദുബായ് ഈ വലിയ പ്രചണ്ഡമായ വളർച്ച ഉണ്ടാക്കിയിരിക്കുന്നത്. 30-35 വർഷക്കാലം കൊണ്ടാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സുഖലോലുപമായ, സമ്പന്നമായൊരു നഗരം എന്നുള്ള, ഒരുപക്ഷെ ന്യൂയോർക്കിനോ നേരത്തെ ടോക്കിയോയ്ക്കോ ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഇതിലേക്കാണ്, പാരീസിന് പോലും ഇന്നത്ര ആ ഒരു ഇതുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. ആ ഒരു പൊസിഷനിലേക്ക് ദുബായ് മാറി എന്നുള്ളത് എളുപ്പമുള്ളൊരു സംഭവമല്ല. പക്ഷേ ഈ സംഭവവികാസങ്ങൾ ദുബായിയുടെ ഭാവിയിൽ ഒരു കരിനിഴൽ വീഴ്ത്തുമോ? തോമസ് സൂചിപ്പിച്ച പോലെ തന്നെ സൗദി ആയാലും ഖത്തറായാലും കുവൈറ്റായാലും ബഹ്റിനായാലും ഈ മേഖലയിലെ എല്ലാ രാജ്യങ്ങളിലേക്കും ഏത് സമയവും ഇത്തരത്തിൽ ആക്രമണങ്ങളോ കാര്യങ്ങളോ ഉണ്ടായാം. അത് യുദ്ധം അവസാനിച്ചാലും. അതിൻ്റെ പ്രശ്നം യുദ്ധം അവസാനിച്ചാലെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇറാൻ നിയന്ത്രിക്കുന്ന ഒട്ടേറെ ഭീകരവാദ സംഘടനകൾ ലോകത്തുണ്ട്. ഹിസ്ബുള്ള അതിലൊന്നാണ്, ഹമാസ് അതിലൊന്നാണ്, ഹൂത്തി വിമതർ യമനിൽ ഉണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ ഏത് രീതിയിലാണ് ഈ ഓരോ ഘട്ടത്തിൽ യുദ്ധം അവസാനിച്ചാൽ ഒരു സമാധാന കാലഘട്ടം വന്നാലും പെട്ടെന്ന് എന്തെങ്കിലും രീതിയിലുള്ള അറ്റാക്ക് ഇനിയും ഉണ്ടാകുമോ? കാരണം ബന്ധം ശിഥിലമായി. നേരത്തെ ഉണ്ടായിരുന്ന റിലേഷൻ ഇപ്പോൾ ഇല്ല. ഇറാൻ അവർ ഈ രാജ്യങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ രാജ്യങ്ങളിലുള്ള അമേരിക്കൻ ബേസുകളെ നിങ്ങൾ ഒഴിവാക്കണം, അത് ഒഴിവാക്കിയില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊരു സൂചനയാണ്, ഒരു വാണിംഗ് പോലെയാണ്. അപ്പോൾ ഇത്തരം രാജ്യങ്ങളിൽ ആ കേന്ദ്രങ്ങളെ ഈ ഭീകരവാദ സംഘടനകൾ ആക്രമിക്കാം, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ദുബായ് ഇതപര്യന്തം പടുത്തുയർത്തിയിട്ടുള്ള ലോകത്തെ ഏറ്റവും വലിയ കെട്ടിടം ഇന്ന് ദുബായിലാണ്, ഇല്ലേ? ബുർജ് ഖലീഫ ആണ്. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളിൽ അത് നേടിയെടുത്തിട്ടുള്ള പ്രശസ്തിയും കാര്യങ്ങളുമൊക്കെ ഒരു ഫിനാൻഷ്യൽ ഡെസ്റ്റിനേഷൻ, ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്, ടൂറിസം ഡെസ്റ്റിനേഷൻ, ഒരു വലിയ ബിസിനസ് ഹബ്ബ്, സ്പോർട്സ് മത്സരങ്ങളുടെയും മറ്റ് കായിക വിനോദങ്ങളുടെയും കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റിയുടെയൊക്കെ വലിയൊരു ഹബ്ബ് എന്നുള്ള രീതിയിലേക്കുള്ള ഖ്യാതിക്ക് മങ്ങലുണ്ടാകുമോ എന്നുള്ളതാണ്. അതുകൊണ്ട് യുദ്ധം അവസാനിച്ചാലും അതിൻ്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ പോകുന്ന സാമ്പത്തിക മേഖലയിലുണ്ടാവും. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ $103 എണ്ണവില ഉയർന്നു കഴിഞ്ഞു. നമുക്കത് എങ്ങനെയാണ് ഇനി അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്? അടുത്ത ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ചിലപ്പോൾ തൽക്കാലം നമുക്ക് രക്ഷപ്പെട്ട് നിൽക്കാം തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ. കാരണം കൂട്ടാതെ ഇപ്പോഴേ പെട്രോൾ പമ്പുകൾക്ക് കൊടുക്കുന്ന സപ്ലൈ കുറച്ചിട്ടുണ്ടെന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. അങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട് അല്ലേ? അതെ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഇപ്പം നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊരു കാര്യം കണ്ടത്, ഈ 4-5 കപ്പലുകൾ ഗ്യാസുമായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇവിടെ വലിയൊരു പ്രചാരണം, ഗ്യാസ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഗ്യാസ് ടാങ്കറിനകത്ത് 90,000 മുതൽ 95,000 ടൺ വരെയാണ് അതിനകത്തുള്ളത്. ഒരു ടാങ്കർ വരും. പക്ഷേ ഇന്ത്യക്ക് ഒരു ദിവസം 80,000 മുതൽ 85,000 ടൺ വരെ വേണം, ആവശ്യമുണ്ട്, ഉപയോഗമുണ്ട്.
അപ്പോൾ ഒരു കപ്പൽ വന്നാൽ ഇന്ത്യക്ക് ഒരു ദിവസത്തേക്ക് പോലും ഇല്ല. അപ്പോൾ തുടർച്ചയായി ഇങ്ങനെ കപ്പലുകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് നമുക്കിതൊന്നും അറിയാതെ നമ്മൾ പോയിരുന്നത്. പക്ഷെ അത് ആ സ്ഥാനത്ത് ഒരാഴ്ചയിലോ ഒരു 2 ആഴ്ച കൂടുമ്പോൾ 4 ടാങ്കർ വരുന്നു എന്ന് പറയണതൊന്നും ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ അതെല്ലാം വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സ്ഥിതിയാണ്. അപ്പോൾ ഇത് ആഗോള സാമ്പത്തിക രംഗത്ത് ഉണ്ടാക്കുന്ന വലിയ കാരണം ഈ ഗൾഫ് എന്ന് പറയുന്നത് ആഗോള സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമായി സമീപകാലത്ത് മാറിയിരുന്നു. അതിനുണ്ടാകുന്നൊരു മാറ്റം ഈ ഗൾഫ് മേഖലയെ മാത്രമല്ല, ദുബായിയെ മാത്രമല്ല, ആഗോളതലത്തിൽ എല്ലാ രാജ്യങ്ങളെയും സ്വാധീനിക്കുന്ന വിധത്തിൽ, എല്ലാ രാജ്യത്തെയും ആശങ്കയിലാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോകണം. അതുകൊണ്ടാണ് ചൈനയെ പോലുള്ള രാജ്യം ശ്രദ്ധാപൂർവം ഒരു പ്രിക്കോഷണറി സ്റ്റെപ്പ് എടുക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ആശങ്ക ഒരുപക്ഷെ യുദ്ധം നീണ്ടുപോകുന്ന യുദ്ധം ചിലപ്പോൾ ചർച്ചകളിലൂടെ എങ്ങനെയെങ്കിലും ചിലപ്പോൾ അവസാനിച്ചു എന്ന് വരാം. പക്ഷേ നമ്മളൊരു ചൊല്ലുണ്ട്, മഴ പെയ്താലും മരം പെയ്യുന്നത് പോലെ ഈ പ്രതിസന്ധി അങ്ങനെ കനത്ത ഒരാശങ്കയായി തുടരും എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല.